നിങ്ങൾ മൺവെട്ടി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നിങ്ങളുടെ നേരത്തെയും എഫേർട്ടിനെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എംഡിയുടെ പ്രീമിയം ബ്രഷ് കട്ടേഴ്സ് ഉള്ളത്. ഇനിയും നിങ്ങൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരൊറ്റ ടച്ച് മതി നിങ്ങളുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുടെ കയ്യിലും ഇല്ലാത്ത സസ്പെൻഷൻ ടെക്നോളജിയാണ് നമ്മുടെ എംഡിയും ബ്രഷ് കട്ടേഴ്സിലുള്ളത്. ഇപ്പോൾ സീസൺ മാറി വരുക. അപ്പോൾ പുല്ലും ചെടിയൊക്കെ നമ്മുടെ വീടും പരിസരവും ഒരുപാട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈകൊണ്ട് പറിക്കാൻ നോക്കും. പക്ഷെ നമുക്ക് സമയം തികയോ അങ്ങനെയും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ കൂലി പൈസക്ക് വെച്ചിട്ട് ഒരാളെ വെച്ച് പുല്ല് കട്ടിയാൻ നോക്കും. പക്ഷേ ആൾ ചോദിക്കുന്ന പൈസ ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രഷ് കട്ടർ വാങ്ങിച്ച് വീട്ടിൽ വെക്കും. പക്ഷേ ആ ഒരു ബ്രഷ് കട്ടർ എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ നോക്കി വാങ്ങിക്കണം, എവിടെ നിന്ന് നോക്കി വാങ്ങിക്കണം നമുക്കറിയത്തില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഹെവി പെർഫോമൻസ് ഉള്ള ബ്രഷ് കട്ടറാണ് നോക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് കട്ടിങ് പർപ്പസ്, അതായത് തീറ്റപ്പുല്ല് അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പുല്ലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബ്രഷ് കട്ടർ എന്ന് പറയുമ്പോൾ സൈഡ് ബാക്ക് ബ്രഷ് കട്ടർ ആയിരിക്കും. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് നേരം ഓടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സൈഡ് ബാക്ക് ബ്രഷ് കട്ടറിൽ നോക്കണമെന്ന് വെച്ചാൽ ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാർ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് കമ്പനിയിലൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മൈൽഡ് സ്റ്റീലിലായിരിക്കും ഹാൻഡിൽ ബാർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും. പക്ഷേ നമ്മുടെ എംഡിയിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ എസ്എസിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെൻഡ് ആവാണ്ട് ലോങ് ലൈഫ് ആയിരിക്കും ഉണ്ടാവുന്നത്. രണ്ടാമത് നോക്കുവാണെങ്കിൽ ബെൽറ്റ് ആണ്. ബെൽറ്റ് നമ്മൾ കുഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മെഷീൻ്റെ വെയിറ്റ് നമ്മൾ അറിയാണ്ടിരിക്കത്തുള്ളൂ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. ഈ ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ ആണെങ്കിലും ഹീറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് എടുക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ട്രിമ്മർ ഹെഡാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാസ്റ്റിക് ട്രിമ്മർ ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ നമ്മൾ പൈസയും കുറവാണ്. അതുകൂടാണ് നമ്മൾ അലൂമിനിയം ട്രിമ്മറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേഞ്ഞു പോകത്തില്ല. കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ പൊട്ടിയും പോകത്തില്ല. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ട്രിമ്മറിൻ്റെ ഉള്ളിലുള്ള റോപ്പാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ റൗണ്ട് ഷേപ്പിലായിരിക്കും കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ റേറ്റ് കുറവാണ് അതിന്. പക്ഷെ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് കൊടുക്കുന്നത്. അതും എഫക്റ്റീവ് കട്ടിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് ബാക്ക് ബ്രഷ് കട്ടറാണ്. നിങ്ങളിപ്പോൾ വീഡിങ് പർപ്പസിന് ഒരു ബ്രഷ് കട്ടർ നോക്കുകയാണെങ്കിൽ ബാക്ക് ബാക്ക് ബ്രഷ് കട്ടർ ആയിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പോൾ നിങ്ങൾക്ക് പുല്ല് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. പുല്ലും കട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീഡിങ് പർപ്പസിനായിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ബ്രഷ് കട്ടറിൽ നമ്മൾ എഞ്ചിൻ്റെ ബാക്കിൽ ഒരു കുഷ്യൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ സസ്പെൻഷനാണ്. മറ്റാരും കൊടുക്കാത്ത സസ്പെൻഷൻ സിസ്റ്റമാണ് നമ്മൾ ബ്രഷ് കട്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ നിങ്ങളുടെ ബോഡിയിലോട്ട് വരത്തില്ല. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ബ്രഷ് കട്ടർ ഓടിച്ചിട്ട് പോകാവുന്നതാണ്. അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ട്രോളി ബ്രഷ് കട്ടറാണ്. അതായത് നിങ്ങൾ വീടും പരിസരത്തും വല്ല പുല്ലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് ബാക്ക് ബ്രഷ് കട്ടറും വേണ്ട, ബാക്ക് ബാക്ക് ബ്രഷ് കട്ടറും വേണ്ട, ഒരു ഉന്തിക്കൊണ്ട് നടക്കുന്ന ബ്രഷ് കട്ടറാണ് വേണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ട്രോളി ബ്രഷ് കട്ടർ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതാകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഉന്തിക്കൊണ്ട് നടന്ന് പുല്ലെല്ലാം കട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ 3 ബ്രഷ് കട്ടറിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ റോഡാണ്. നമ്മൾ വന്നിട്ട് റോഡ് എസ്എസ്സിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളഞ്ഞു പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ തുരുമ്പടിക്കുന്ന പ്രശ്നം ഈ ഒരു ബ്രഷ് കട്ടറിൽ ഉണ്ടാകത്തില്ല. അതുകൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വന്നിട്ട് നമ്മൾ ഫുള്ള് നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്ക് തേഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ വളഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കാർബേറ്റ് ആണ്. നമ്മൾ ഹൈ ക്വാളിറ്റിയുള്ള കാർബേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതുകൂടാണ്ട് പെട്രോൾ ലീക്കേജും ഉണ്ടാകത്തില്ല. 2 സ്റ്റോക്കും 4 സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ പ്രീമിയം ആയിട്ട് സൈഡ് ബാക്ക് ബാക്ക് ബ്രഷ് കട്ടറിൽ നമ്മൾ 1 ടച്ച് ബ്രഷ് കട്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് സെൽഫ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ ടച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്രഷ് കട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഓക്കെ. എന്തിനാ നമ്മുടെ എംഡിയിൽ നിന്ന് ബ്രഷ് കട്ടർ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സർവീസ് സ്പെയറുമാണ്. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിൽ സർവീസ് സ്പെയർസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ്. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയും സൂപ്പർ ആയിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 അറ്റാച്ച്മെൻറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ ദിവാലി സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതുകൂടാണ്ട് നമുക്ക് ഷൊർണൂർ സർവീസ് ബ്രാഞ്ച് അവൈലബിൾ ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മിഷൻസും കാണാവുന്നതാണ്. അത് മാത്രമല്ല സൺഡേ ടു മൺഡേ നമുക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെമോ ആണെങ്കിൽ ഡെമോ പേഴ്സൺസ് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിഷൻ്റെ വർക്കിംഗ് ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ്.